നീ പുറത്ത് വെയിറ്റ് എന്റെ പുറത്തല്ല അമ്പലത്തിന്റെ പുറത്ത് പറഞ്ഞ പോലെ. അമ്മേ മഹാമായേ ദുർഗാഭഗവതി ദുർഗവിനാശിനി ശരണമേ അമ്മേ മഹാമായേ കാര്യങ്ങളെല്ലാം അമ്മേ 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 ഒരു മധുര പരിപാടിയാണെങ്കിലട്ടാ. മറ്റടുത്ത് വിളിച്ചേ ഇതാ ഞാൻ പറഞ്ഞ ആള്. അതെ, എന്റെ വിവരമില്ലായ്മ കൊണ്ടാണോ നിന്റെ വിവരക്കേട് കൊണ്ടാണോ എനിക്കറിയില്ല. നീ എന്താ ഈ കാര്യം എനിക്ക് മനസ്സിലാവണ. ഹെൽപ്പ് ചോദിക്കാൻ പോയവൻ ആടുന്നു പാടുന്നു കരയുന്നു. ഇപ്പൊ മിണ്ടാതെ പോകുന്നില്ല. അതൊക്കെയാണ് അതിന്റെ ഒരു നമ്പർ. വെറുതെ ഒരു ഹെൽപ്പ് ചോദിച്ചാൽ ആരെങ്കിലും ചെയ്യൂ. മനസ്സിലൊരു ഇഷ്ടമെന്ന് നോക്കട്ടെ, പിന്നെ എന്ത് ഹെൽപ്പും വാരിക്കൂരി ചെയ്യും. പക്ഷെ ആ പറഞ്ഞ ഇഷ്ടം അവൾക്കും തോന്നണ്ടേ? അതൊന്നും നിന്നോട്. എടാ, അവളൊരു നാട്ടുമ്പുറത്തേരി പെണ്ണ്. ഞാനാണെങ്കിലോ പട്ടണത്തിൽ നിന്ന് വന്നൊരു സുന്ദരൻ. പട്ടണത്തിൽ നിന്ന് വന്ന സുന്ദരൻ. ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനൊക്കെ പൊളിയിൽ പോട്ടെ. എടാ, എന്റെ കയ്യിലുള്ള സൗന്ദര്യവും കഴിവും വെച്ച് ഞാൻ പിന്നെ നീ നോക്കിക്കോ. നാളെ തൽക്കാൽവിരൽ കൊണ്ട് അവൾ കളം വരച്ചു കൊണ്ട് ചോദിക്കും, എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേട്ടാ? അപ്പൊ ഞാൻ എന്റെ ആവശ്യം പറയും. കാര്യം സാധിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ പോട്ടെ. ഞങ്ങളുടെ അടുത്ത മീറ്റിംഗ് ഈ മലയുടെ താഴ്ത്തു വെച്ചാണ്. അതും തികച്ചും യാദൃശ്ചികമായി. നീ കൊണ്ട് വരുന്നത് ഒരു ഭീകര ജന്തുവിനെ കാണിച്ചു പേടിപ്പിച്ചു വീഴ്ത്താനല്ല ഞാൻ പോകുന്നത്. വേണ്ടായിരുന്നു. മുത്തശ്ശി, ഹനുമാന്റെ പുതിയ പ്രതിഷ്ഠയാ. പാല് വീട്ടിൽ വെച്ച് മറന്നു തോന്നുന്നു. ഹനുമാൻ എന്റെ മുഖമാണോ? എക്സ്ക്യൂസ് മീ, ഞാനൊരു സോറി പറയാൻ വേണ്ടി വന്നതാ. എന്നോടോ? അതെ. എനിക്ക് പറഞ്ഞോളൂ. സോറി. ശരി. അല്ല, എന്തിനാ സോറി പറഞ്ഞതെന്ന് ചോദിച്ചില്ല. അയ്യോ സോറി. എന്തിനാ സോറി പറഞ്ഞത്? അന്ന് കുട്ടിയുടെ കൂടെ ആടിയതിനും പാടിയതിനും ഒക്കെ മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തിനാ മീരയെല്ലാം നടന്നിട്ടും കുട്ടിയുടെ കൂടെ ആടും പാടുകയൊക്കെ ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. സോറി. അത് സാരമില്ല. അല്ല, ആരാ മീര എന്ന് ചോദിച്ചില്ല. ആരാ മീര? അതൊരു വലിയ കഥയാ. അയ്യോ, എനിക്ക് അല്ല, ഞാൻ ചുരുക്കി പറയാം. എന്റെ മീര മരിച്ചു. പക്ഷേ അതേ രൂപത്തിലുള്ള കുട്ടിയെ കണ്ടപ്പോ എന്റെ മീര തിരിച്ചു വന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി. പാടിപ്പോയി, ആടിപ്പോയി. സോറി മുത്തശ്ശി, സോറി. അയ്യോ, ഒന്ന് പ്രേമിച്ചതല്ലേ? കണ്ടപ്പോ ഞാൻ ഫ്രഷ് ആയിരിക്കും. ഞാൻ ഓറാക്കിയോ? ആക്ച്വലി ഞാൻ ആരെ പ്രേമിച്ചിട്ടില്ല. ആ കുട്ടിയാണ് എന്നെ പ്രേമിച്ചത്. ഐ മീൻ, ഒരു വൺ വേ ലവ് ആയിരുന്നു. ഞാൻ ഫ്രഷ് ആണ്. കുട്ടിക്കറിയോ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ആദ്യം എന്റെ കണക്ക് ടീച്ചർ എന്നെ പ്രേമിച്ചു. പക്ഷേ എന്താണെന്നറിയില്ല, ഞാനത് കണക്കിലെടുത്തില്ല. പിന്നെ കോളേജ് പഠിക്കുമ്പോ മീര എന്നെ പ്രേമിച്ചു. ഞാനത് തട്ടിക്കളഞ്ഞു. എന്റെ ആളെ കാണുന്നവരെ ഞാൻ കാത്തിരുന്നല്ലേ പറ്റൂ. ഇപ്പോ ഇവിടെ വെച്ച് കുട്ടി കണ്ടപ്പോഴാണ് This is a big rock. തട്ടിട്ട് നീങ്ങില്ല. I thought this is elephant pindam, you know? Oh, horse vehicle. അതെ, ഞാൻ വണ്ടിയൊന്നും കൊണ്ടുവന്നിട്ടില്ല. വേണമെങ്കിൽ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്തോളൂ കേട്ടോ. എവിടെയാ ഡ്രോപ്പ് ചെയ്യേണ്ടത്? എവിടെയായാലും മതി. ഒന്ന് ഇറങ്ങാമോ? എന്തേ? ഇറങ്ങും. ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യും. വീരപ്പണി വണ്ടിയുടെ. അല്ല, ഞാനും കൂടി കയറിയിരുന്നെങ്കിൽ കൂടുതൽ പരിചയപ്പെടാമായിരുന്നു. ആയിക്കോട്ടെ. പിന്നെന്താ? സൈഡിൽ കൂടി നടന്നപ്പോ കാല് വീലരുതാ. അയ്യോ, ഏയ് കുഴപ്പമില്ല. അല്ല, വീട്ടിലെന്തെങ്കിലും പറ്റിയോ? എന്താ പേര്? മീന. എന്താ കഴിച്ചതല്ല ചോദിച്ചത്. എന്റെ പേരാ പറഞ്ഞത്, മീന. നമ്മുടെ പേരെന്താണാവോ? ഭുവൻ. പൂവനോ? പൂവനല്ല, ഭുവൻ. ഭുവൻ ചന്ദ്രൻ.
വീരമണി ഓ ഗിയർ ചേഞ്ച് ചെയ്തോളൂ. സ്പീഡ് കൂടുന്നുണ്ടോ? കുതിരക്കാരാ, ഞാൻ കുതിരയൊന്നുമല്ല, എനിക്ക് അതിന് 2 കാലേ ഉള്ളൂ. സ്പീഡ് കൂടുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലേക്ക് പുതുതായിട്ട് വന്നുകൊണ്ട് ചോദിക്കാം, എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേട്ടാ? വിചാരിച്ച പോലെ വീണു. അയ്യോ പോലെ, ഹെൽപ്പ് വേണം, ആള് പുറകിലുണ്ട്. കുതിരക്കാരാ, ഒന്ന് നിർത്തൂ. കുതിരയുടെ ബാക്കിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ചാണകമല്ലേ ഇത്? കുതിരക്കാരാ, കുതിരനെ തിരിക്കൂ, നടക്കൂ. ലഗേജ് പോയിക്കൊണ്ടിരിക്കുന്നു. ചെവി കേട്ടൂടാ പോസ്റ്റേ. അല്ല, ഇയാളെങ്ങനെ വരുത്തി? ഇവിടുത്തെ കുതിരയ്ക്ക് ലൂസ് മോഷൻ ആയതുകൊണ്ട് വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയില്ല. എന്താ അച്ചാർ കമ്പനി. 5-6 കമ്പനിയാ? എന്നിട്ട് ഒരെണ്ണമേ ഉള്ളൂ? അഞ്ചാറല്ല, അച്ചാർ കമ്പനി. അച്ചാർ കമ്പനിയാ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ. ഷൂ അഴിച്ചിട്ട് കയറിയാ മതി. ഓ ദാ ഷൂ. അപ്പൊ ഈ ഷൂ ഇത് ഷൂ അല്ല, പിന്നെ? വരുന്ന വഴി ചാണകം ചവിട്ടിയതാ. അയ്യേ, പോയി കഴിയോളൂ. ചാണകം എന്റേതല്ല, ഇവിടുത്തെ കുതിരയുടേതാണ്. ആരുടെയാണെങ്കിലും കഴിയണം. വെള്ളം എവിടെ കിട്ടും? പൈപ്പ് കിട്ടും. പൈപ്പ് അവിടെ കിട്ടും. അവിടെ വേറെ ആരുടെങ്കിലും ചോദിക്കണോ? മൂക്കത്താണുള്ള ചുണ്ടി. എന്താ വാചകത്തിന് ഒരു കുറവുമില്ല. കുഴപ്പിക്കണം? ചേട്ടോ ഇല്ല. മദ്യപാനം? അയ്യോ, അതിന്റെ രുചി എന്താ അറിയുമോയില്ല. അപ്പോ നാടിനൊക്കെ നല്ല രുചി കാണും ല്ലേ? പിന്നെ ഇതിന്റെ കളർ കാണുമ്പോ കഴിക്കാൻ തോന്നുക. കഴിക്കണം. ദേ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എരിവോ ഉപ്പോ കുറവുണ്ടെങ്കിൽ പറയണം. പിന്നെ കയ്യല്ല, നാവ്. ഏയ്. ആ, ആ, അയ്യോ, എന്ത് പറ്റി? മലയാളാക്ഷരം പഠിക്കുന്നതാ. എരിവുണ്ടോ? ഇനി ഏതാ? അപ്പൊ ദേ ഈ മുളകച്ചാർ കുറെ കൊടുത്തേ, തിന്നു നോക്കട്ടെ. നല്ല മധുരമുള്ള മുളകാ. കഴിച്ചോ. അയ്യോ കൊറിയൻ ആദ്യമുണ്ട്. മിമിക്രിക്കാരനാ, പേപ്പട്ടി അനുകരിക്കുക. ഇന്നുണ്ടാവും പാവം. എരിയില്ല? എന്നാ ഞാൻ പോയി എരിവുള്ള കാന്താരി മുളകച്ചാർ എടുത്തുകൊണ്ടുവരാമേ. ഒരു മിനിറ്റ്. പിന്നെന്താ, ചാറ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അല്ല, നാവിന്റെ അച്ചാർ വെച്ച് താനെന്തിനാ മൂട്ടി തടവുന്നത്? നാരങ്ങാച്ചാർ എടുക്കട്ടെ? അച്ചാർ കാന്താരി ഊറുകായ ready? கொஞ்சம் சாப்பிட்டு பாருங்களேன். ഞാൻ കുറച്ചേരം താവോട്ട് വെള്ളത്തിലിട്ടിട്ട് വരാം. കുതിരയ്ക്ക് കൊടുക്കാനുള്ള വെള്ളം ഇതിലാണോ അച്ചാർ കിടക്കുന്നത്? സോറി, കുതിരോട് പറയല്ലേ, ഞാൻ അതിന്റെ തൊഴിൽ കൊള്ളലേക്ക് വയ്യ. വെരി നൈസ് ഹോഴ്സ്. കണ്ടിട്ട് കേറിയത് ഓടിക്കാൻ തോന്നുക. ആഹാ, ഹോഴ്സ് റൈഡിംഗ് അറിയോ? ആ പിന്നെ അങ്ങനെയൊക്കെ. എന്നാ ഞങ്ങളുടെ മുത്തുവിനെ ഒന്ന് ഓടിച്ചു നോക്ക്. മുത്തു അതായി. ഇവന്റെ പേരാണ് മുത്തു. ഹായ് മുത്തൂടാ. കേറിക്കോളൂ. അയ്യോ അത് വേണ്ട. ആഹാ, ഓടിച്ചോളൂന്നേ. വേണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് ഓടിച്ചോളാം. വീട്ടില് 3 ഹോഴ്സ് ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അത് ഞങ്ങളുടെ മുത്തുവിനെ അപമാനിക്കുന്നതിന് തുല്യ. വീരമണി, ഓ ഓ ഓ டேய் இங்க வாங்கடா. இந்த ஆளே இதுக்கு மேலே ஏத்தி விடு. അത് വേണ്ട, ഞാൻ കുതിര ഓടിക്കാൻ ലൈസൻസ് എടുത്തിട്ടില്ല. ലൈസൻസ് കുതിരയ്ക്ക് ഇല്ല, ധൈര്യമായിട്ട് കേറ്. കുതിര എടുത്തത്. ഹോയ് ഹോയ്. ഈ 30 ഏക്കർ ഭൂമി ഒരു മലയാളിയെ കൊണ്ട് വാങ്ങിപ്പിച്ചത് നീയല്ലടാ. എന്തോ നിന്റെ ആളെ ആരും അറിയാതെ ഈ സ്ഥലം വാങ്ങിയത്. നീ എന്താ വിചാരിച്ചത്?
വെച്ചേ ആരും അറിയില്ല പെണ്ണിന്ന് കുത്തി കൊല്ലാൻ നോക്കിയതാ. ചേട്ടത്തരം പറയുന്നോടാ. നീ ഒരുപാട് പേരെ കയ്യും കഴുത്തും എടുത്തിട്ടില്ലേ? അതിൽ ഏതോ ഒന്നിന് ആരെങ്കിലും പകരം വിട്ടാൻ വന്നതായിരിക്കും. അടിയാണല്ലോ. ഈ അടി കൊള്ളാൻ എനിക്ക് വയ്യ. എന്താ അവള് വീണോ? വീണു. ഞാനാ വീണത് കുതിരപ്പുറത്തുനിന്ന്. നീ വേഗം അകത്തേക്കല്ലേ, അണ്ണൻ നിന്നെ നോക്കി ഇരിക്കുന്നു. ദൈവമേ, തല്ലി കൊല്ലാനായിരിക്കും. അണ്ണനോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഏതോ VIP ഞാൻ കുതിരപ്പുറത്ത് നിന്ന് തട്ടിമറിച്ചിട്ടു. പോടാ മണ്ട. നീ ആ മറിച്ചത് ആരെന്ന് അറിയാമോ? അണ്ണനെ കൊല്ലാൻ വന്ന കാതകനാണ്. നീയാണ് അണ്ണന്റെ ജീവൻ രക്ഷിച്ചത്. അതേടാ, വേഗം ചെല്ല്. എന്തെങ്കിലും സമ്മാനം കിട്ടാതിരിക്കില്ല. നീ നോക്കിക്കോ, ഞാൻ അതിന് പിടിച്ച് കേറും. സമ്മാനത്തില്ല. അണ്ണാ, അണ്ണാ, വാപ്പാ ബാപ്പേ. വാടാ. ഇരിക്ക്. ഇരിക്ക്. ആ? ഏയ്, ഇങ്ങ് വാ. ആ.